നിദാസ് പ്രയർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിരിക്കില്ല, അപ്പോൾ എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കിയെന്നാണ് വിചാരിക്കുന്നു. വിഷുവിന് മുൻപ് പിടിക്കുന്നതാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പോഴൊന്ന് അസൗകര്യം കൊണ്ട് ഇപ്പോഴാണ് പിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു പായസം, സേമിയ പായസം. നമ്മളിപ്പോൾ ഇനി സേമിയ എങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, നേരെ വലുതായിരുന്നു, നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പാൽ ഇവിടെ 1 ലിറ്റർ പാലാണ്, അത് നമ്മളത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഇത് ചെറുതാക്കിയിട്ടൊന്ന് ചെറിയ കളറിൽ ഒന്നാക്കിയെടുക്കണം. കുറച്ച് നെയ്യ് വെച്ചിട്ട് നമ്മൾ ഈ സേമിയ ഇട്ട് കൊടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് ഇട്ട് വെക്കണം. നമ്മുടെ പാത്രം ഭയങ്കര ചെറുതാണ്. പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് ഏലക്കായ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നിങ്ങൾ വറുത്തിട്ട് നെയ്യിൽ, ഇത്ര കാര്യങ്ങളുള്ള. വേണ്ടവർക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം, ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് മാറ്റാം. അത്യാവശ്യം ഒരു ബ്രൗൺ കളറായിട്ട് മാറ്റിയെടുക്കുക. ഇനി ബാക്കിയുള്ളതൊന്നും ഇട്ട് കൊടുക്കാം. കുറച്ച് ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്യാണ്. കുറച്ചെടുത്ത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കട്ടെ, തന്നെ ഉരുക്കി ബ്രൗൺ കളറാവും. കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് കാരമലൈസ് ചെയ്യാം. പാല് തിളച്ചിട്ടുണ്ട്, ആ പാലിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തരി ബട്ടർ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ച ഏലക്കായ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര എല്ലാം പൊടിച്ച് ഒരു 5-6 ഏലക്കായ, 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിലടിക്കുക. കാരമൽ ചെയ്ത് വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാറ്. നിങ്ങൾ വേണമെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള മധുരം നമ്മുടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന ഒരു 5 മധുരം എത്ര എടുക്കണ്ട. ഞാനിതിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല. നെയ്യ് ഒഴിച്ച് വറക്കട്ടെ. അണ്ടിപ്പരിപ്പില്ല, നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നമുക്ക് ഇതിൽ വറുത്തിടാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി നമ്മൾ ഇടാന്ന്. അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മാറ്റി. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് നീക്കി വയ്ക്കാന്ന്. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്കിടാം. പായസമാകുന്ന സമയം വരെ നമ്മളെപ്പോഴും കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പായസത്തിന് പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പായസത്തിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ അടുക്കിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. ഉപ്പ് നമ്മൾ ബാലൻസ് ചെയ്യാൻ, മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഉപ്പ് ചേർക്കാം. ഇതൊന്ന് ചെറുതായി വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ മുന്തിരിയും കിസ്മിസൊക്കെ കേശ് നട്ട്സ് ഇട്ട് കഴിഞ്ഞു. നമുക്കിനി മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. നെയ്യിൽ വറുത്തത് ഇത്രയുള്ള വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം മുതലൊക്കെ എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയാം. നമ്മൾ കാരമൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് 3-4 സ്പൂൺ പഞ്ചസാര വെറുതെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അത് തന്നെ ഇരുന്നത് ആയി കഴിഞ്ഞാൽ കുറച്ച് അര സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കാനുള്ള നമ്മുടെ ഈ സേമിയ നമ്മൾ റോസ്റ്റ് ചെയ്ത് വാങ്ങിക്കാത്തതാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ റോസ്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പാല് നമ്മൾ ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ പാൽ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സേമിയ റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ട് അത് വെന്ത് വരുന്ന കാണുമ്പോൾ കാരമൽ ചെയ്തിട്ട് കൊടുക്കുക. പഞ്ചസാര ഒരു 1/2 സ്പൂൺ ബട്ടറിൽ കാരമൽ ചെയ്ത പഞ്ചസാര ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം, ഞാനത് ചേർത്തിട്ടില്ല.
ഒരു വലിയ കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഒരു ഏറ്റവും എടുത്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിൽ പഞ്ചസാര 1 സ്പൂൺ ഇട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. അതിട്ട് കൊടുക്കുക. അവസാനം ഒരു നുള്ളു ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് ഈ പായസം ചേർക്കും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായി കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.